ഞാൻ വാച്ചിങ് പഴനി വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. വേറെ ഒന്നുമല്ല, ഇന്ന് എനിക്ക് ഡാൻസ് ക്ലാസ്സിൽ പോകാനുള്ള ദിവസമാണ്. സാറ്റർഡേയും സൺഡേയും എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. സോ ഇന്ന് ഞാൻ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ കോസ്റ്റ്യൂം, എൻ്റെ ഔട്ട്ഫിറ്റ് ആൻഡ് മൈ മേക്കപ്പ്, ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ ഡാൻസ് ക്ലാസ് ആണ്. അപ്പോൾ എന്താ നമുക്ക് നേരിടയിലേക്ക് പോകാം. ഗൈസ്, ഞാൻ ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് പൗഡറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി പൊട്ട് തൊട്ട് കഴിഞ്ഞു. ഞാൻ കുളിച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടതാണ്. അപ്പോൾ നമുക്കിനി പൗഡർ ഇടാം. ഭസ്മൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ കുറച്ച് ഇടാറുള്ളൂ. കുറേ ഇട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി ആയിരിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് ഐലൈനറാണ് കേട്ടോ. സോ ഇത് ഞാൻ ഇടുന്നില്ല മീൻസ് ക്യാമറയുടെ മുമ്പിൽ വെച്ച് ഇടുന്നില്ല, കാരണം എനിക്ക് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ കണ്ണാടി ഉണ്ട്. അപ്പോൾ ഞാൻ കണ്ണാടിയിൽ നോക്കി ഇട്ടിട്ട് വരാം. അപ്പോൾ ഗായ്സ്, ഞാൻ കണ്ണെഴുതി കഴിഞ്ഞു. സോ ഇതാ ഞാൻ ഭയങ്കര ലൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഞാൻ ബ്ലഷാണ് ഇടാൻ പോകുന്നത്. ബ്ലഷ് ഇടാണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട, ലിപ്സ്റ്റിക് മാത്രം മതി. സോ ഞാൻ ലിപ്സ്റ്റിക് വെച്ചാണ് ബ്ലഷ് ഇടാറ്. കൂടുതലും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. കുറേ ഇട്ട് കഴിഞ്ഞാൽ കുഴിയൊക്കെ വന്നോണ്ടിരിക്കും. സോ അതുകൊണ്ട് കുറച്ചിരുന്നുള്ളൂ. ഓക്കെ, സോ ഗൈസ്, അത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ ചെയ്യാറ്, ഞാൻ ലിപ്സ്റ്റിക്ക് സോറി മറന്നുപോയി. ചിലപ്പോഴാണ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുള്ളൂ. വളരെ കുറച്ചാണ് ഞാൻ എല്ലാം ചെയ്യാറ്, കാരണം കുറേ ഒരുമാതിരി കിട്ടി കഴിഞ്ഞാൽ എനിക്കിഷ്ടമില്ല. ഞാൻ നമ്മൾ കൈ വെച്ച് തന്നെ ഇടാറ്. ലിപ്സ്റ്റിക്കിൻ്റെ മറ്റേ ബ്രഷ് ഉണ്ട് എൻ്റെ കയ്യിലും, പക്ഷെ എന്നാലും ഞാനത് യൂസ് ചെയ്യാറില്ല. ഭയങ്കര ഡാർക്കായിട്ട് ഇടുമ്പോഴൊക്കെയാണ് ഞാൻ ബ്രഷ് യൂസ് ചെയ്യുന്നത്. ബ്രഷ് ഇതാ കേട്ടോ, അത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, വല്ല ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിട്ടിട്ടാണ് ലിപ്സ്റ്റിക് ഇടാറ്. പക്ഷെ ഇപ്പം വലിയ ഫങ്ഷൻ ഒന്നുമില്ല. സോ ഇത്രയാണ് ഞാൻ ഇപ്പം ചെയ്യുന്നത്. ഇനി മാല ഇടണം. മാല ഇതാട്ടോ. അപ്പോൾ എൻ്റെ യൂണിഫോമിൻ്റെ ഡാൻസ് യൂണിഫോമിൻ്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റും റെഡുമാണ്. അപ്പോൾ അതിന് മാച്ചായിട്ടുള്ളൊരു മാല ഇട്ടത്. പിന്നെ നമുക്ക് മറ്റേ വള ഇടണം. അപ്പോൾ വള ഇടാനായിട്ട് ഞാനിപ്പോൾ ഇതൊന്നും ഇടാറില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ സമയമായിട്ടില്ല. ഞാനൊരു 10-15 മിനിറ്റ് കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇടാം. അപ്പോൾ ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഉടുപ്പൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് ഞാൻ. ഇനി വള. സോ ഇതാണ് ഞാൻ യൂഷ്വലി ഇടാറുള്ള വള. ഇത് അത്യാവശ്യം മാച്ചാണ്. ഓക്കെ, സോ നെക്സ്റ്റ് മാല. ഞാൻ നേരത്തെ പറഞ്ഞ മാല. ഇനി ഓക്കെ, സോ അവസാനത്തെ ഘട്ടം. സോ ഇതാ നമ്മുടെ മാലയും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ഇനി നമുക്ക് മുടി ജസ്റ്റ് ഒന്ന് കിട്ടിയേക്കാം. ജസ്റ്റ് മുടി എൻ്റെ ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ നീട്ടി ഹെയർ ബാൻഡ് വയ്ക്കുന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും നമുക്കൊരു വെളുപ്പിനിടാം.
പിന്നിട്ടിട്ട് വരാം. അപ്പോൾ ഗൈസ് ഞാൻ എന്താ മുടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പരിചയം ചെയ്യാനില്ല. ഇനി ജസ്റ്റ് പൊട്ടൊന്ന് ഒട്ടിക്കാൻ പൊട്ടാക്കിയിട്ടുണ്ട്. കാരണം ആ പൊട്ട് തീരെ കാണുന്നില്ല. സോ അതുകൊണ്ട് ഇച്ചിരി വലിയ പൊട്ട് ഒട്ടിക്കുന്ന പൊട്ടാണേ. അപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ഞാൻ എൻ്റെ ഫൈനൽ ലുക്ക് എൻ്റെ ഡ്രസ്സ് എന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഫോട്ടോയിൽ കാണിച്ചു തരാം. ഓക്കെ, സോ സമയമില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ അത് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.